ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, KSRTC ആരംഭിച്ചിരിക്കുന്ന ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി പറവൂർ ഡിപ്പോയിൽ നിന്നും ചതുരംഗപ്പാറയ്ക്ക് പോകുന്ന ഉല്ലാസയാത്ര ബസ്സിൽ സീനിയർ സഞ്ചാരി അങ്ങനെ കയറിക്കൂടിയിരിക്കുകയാണ്. വെളുപ്പിനെ 5:30 മണിക്ക് പുറപ്പെട്ട ബസ്സിൽ ഒരു സീറ്റ് പോലും കാലിയുണ്ടായിരുന്നില്ല. അത് ഈ യാത്രയുടെ സ്വീകാര്യത വ്യക്തമാക്കുന്നുണ്ട്. നേരിമംഗലം കാനനപാതയിലൂടെ ആനവണ്ടി കുതിച്ചു പാഞ്ഞു. ആദ്യ വെള്ളച്ചാട്ടമായ ചീയപ്പാറയിലാണ് വണ്ടി കിതച്ചു നിന്നത്. വേനൽ മഴയിൽ കുളിരണിഞ്ഞു നിൽക്കുന്ന മലനിരകളുടെ തുഞ്ചത്തു നിന്നും പാലൊഴുക്കി വിട്ട പോലെ ഒഴുകിയിറങ്ങുന്ന ജലധാര അത് റോഡിനടിയിൽ നിർമ്മിച്ച തുരങ്കത്തിലൂടെ കടന്ന് താഴ്വാരം പോകുന്നു. രോമാഞ്ചജനകമായ കാഴ്ച മിഴികൾ കൊണ്ട് ഒപ്പിയെടുത്ത് ഞങ്ങൾ ബസ്സിൽ കയറി. മനുഷ്യരോട് ഇണങ്ങിക്കഴിയുന്ന വാനരന്മാർ റോഡ് വക്കിൽ പല്ലിളിച്ച് ചിരിക്കുന്നു. ഞങ്ങൾ യാത്ര തുടർന്നു. ഇതാ തൊട്ടപ്പുറത്തായി വാളറ വെള്ളച്ചാട്ടം. അടുത്തെത്താൻ വഴിയില്ല. ദൂരക്കാഴ്ച കണ്ട് ആസ്വദിച്ച് കല്ലാർകുട്ടി ഡാം ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ്. ചീയപ്പാറ വാട്ടർഫാൾസിൽ നിന്നും 26 കിലോമീറ്ററാണ് കല്ലാർകുട്ടിയിലേക്കുള്ള ദൂരം. കയറിയിറക്കങ്ങൾ കഴിഞ്ഞ് ബസ് കല്ലാർകുട്ടി ഡാം സൈറ്റിൽ എത്തിച്ചേർന്നു. അണക്കെട്ടുകളുടെ ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ 81 അണക്കെട്ടുകളിൽ നല്ലൊരു ഭാഗവും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയാറിൽ നിർമ്മിച്ച 183 മീറ്റർ നീളവും ഏതാണ്ട് 43 മീറ്റർ മാത്രം ഉയരവുമുള്ള ഈ ഡാം ഉൾക്കൊള്ളുന്ന 52 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതിയാണ് കല്ലാർകുട്ടി. മുതിരപ്പുഴയെ പെരിയാറിൽ സന്ധിക്കാതെ തടഞ്ഞു നിർത്തുന്ന ഒരു വില്ലനാണ് ഈ അണക്കെട്ട്. പക്ഷേ സംഭരണശേഷി അല്പം കുറവായ ഈ അണക്കെട്ടിന് മുതിരപ്പുഴയാറിന്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ പലപ്പോഴും തോറ്റുകൊടുക്കേണ്ടി വരാറുണ്ട്. വെള്ളം തുറന്നുവിട്ട് മുതിരപ്പുഴയെ ഭാഗികമായിട്ടെങ്കിലും പെരിയാറിൽ ലയിക്കാൻ അനുവദിക്കാറുണ്ട് ഈ ഡാം. ഡാമിന്റെ സംഭരണ പ്രദേശത്ത് വെള്ളം കുറവായിരുന്നു. മറുവശം വറ്റി വരേണ്ടത് കൊണ്ടാകാം കുറച്ചു വെള്ളം ഡാമിന്റെ വാൽവ് തുറന്ന് വിടുന്നുണ്ട്. ഡാമിന്റെ ഒരു വശത്ത് നിന്നും മറുവശത്തേക്ക് നടന്നു വരുമ്പോൾ ഷട്ടറുകൾ കാണാം. ഡാമിന് മുകളിലുള്ള ഈ റോഡിലൂടെയാണ് വാഹനങ്ങൾ രാജക്കാട്ടേക്ക് പോകുന്നത്. ഡാമിന്റെ ഒരു വശത്ത് മഴ കാത്ത് പരന്നുകിടക്കുന്ന മുതിരപ്പുഴയും മറുഭാഗത്ത് നദിയുടെ തെളിഞ്ഞു കിടക്കുന്ന ഉരുണ്ട പാറക്കെട്ടുകൾക്കിടയിലൂടെ അലതല്ലി ഒഴുകിപ്പോകുന്ന വെള്ളത്തിന്റെ കാഴ്ചയും മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. മുതിരപ്പുഴയാറിനെ പുണർന്നു നിൽക്കുന്ന കാടുകളും വെൺമേഘക്കീറുകളും ജലപ്പരപ്പും ഡാം കാഴ്ചകളും ആസ്വദിച്ച ഞങ്ങൾ അധികം വൈകാതെ ബസ്സിലേക്ക് തിരിച്ചെത്തി. ആടിയും പാടിയും യാത്ര ശ്രീനാരായണപുരത്തുള്ള SN വാട്ടർഫാൾസിലേക്ക്. കല്ലാർകുട്ടി ഡാമിൽ നിന്നും 13 കിലോമീറ്റർ യാത്ര ചെയ്താൽ SN വാട്ടർഫാൾസിൽ എത്തിച്ചേരാം. സ്ഥലത്തെത്തിയ ഞങ്ങൾ ദിനേശ് സാറിന്റെ സഹായത്താൽ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചു. താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ എത്തിച്ചേരാം. ഇവിടെ നിന്ന് സുരക്ഷിതമായി നമുക്ക് വെള്ളച്ചാട്ടം കാണാം. അയൽവാകിയ നടപ്പാത മഴ നനഞ്ഞു കിടക്കുകയാണ്. സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ കാലുതെറ്റി വീണത് തന്നെ. മസിലി പിടിച്ചു നടന്ന് എത്തിച്ചേർന്നത് ഏതോ ദൈവത്തിനെ പൂജിക്കുന്ന കൊച്ചു ക്ഷേത്രത്തിൽ. അതിന്റെ പുറകിലായി കാണുന്ന നീളമേറിയ ജലാശയത്തിൽ കോഴിക്കാർപ്പ് മത്സ്യങ്ങൾ കളിച്ചു പുളയ്ക്കുന്നത് കാണാം. യൂണിഫോംധാരികൾ ഇവിടുത്തെ സെക്യൂരിറ്റി വനിതകളാണ്. ആമ്പൽ നിറഞ്ഞ പാറക്കുഴികൾ പിന്നിട്ട് പിന്നെയും താഴേക്ക് നടന്നു. ചെന്ന് നോക്കുമ്പോൾ വാട്ടർഫാൾസ് ഇങ്ങനെയാണ്. ഇരുമ്പ് കൈവരികൾ, അതിരിട്ട സ്റ്റെപ്പുകൾ കയറി വീണ്ടും മുകളിലേക്കെത്തി നോക്കുമ്പോൾ വെള്ളച്ചാട്ടം വലുതായിരിക്കുന്നു. പിന്നെയും താഴേക്കിറങ്ങി അവസാന പോയിന്റിൽ എത്തിച്ചേർന്നു. അതിമനോഹരമായ കാഴ്ചയിൽ വെള്ളച്ചാട്ടം. പാറക്കെട്ടുകളിൽ തലതല്ലി പ്രകമ്പനം തീർത്ത് ഹുങ്കാര ശബ്ദത്തോടെ പതിക്കുന്ന വെള്ളച്ചാട്ടം താഴേക്ക് ചെന്ന് ചെറു ജലാശയം തീർത്ത് അങ്ങ് ദൂരേക്ക് നദിയായി ഒഴുകി മറയുന്നു. നടന്ന് ഞങ്ങൾ കടന്നു പോകേണ്ടത് കടകൾക്ക് മുന്നിലൂടെയാണ്. ചിലർ ഷോപ്പിംഗ് നടത്തുന്നുണ്ട്. ഇങ്ങനെ നടക്കുമ്പോൾ ചാട്ടുളി പോലെ എന്തോ തലയ്ക്ക് മുകളിലൂടെ പാഞ്ഞു പോകുന്നു. സിപ്പ് ലൈനിൽ കൂടി സഞ്ചാരികൾ ഒഴുകിപ്പോകുന്ന കാഴ്ചയാണത്. വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളിൽ നിന്നും പിൻവാങ്ങിയ ഞങ്ങൾ പൊന്മുടി ഡാം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ട്രിപ്പിൾസ് വാട്ടർഫാൾസിൽ നിന്ന് പൊന്മുടിയിലേക്ക് വെറും 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. തെറ്റിദ്ധരിക്കരുത്, ഇത് തിരുവനന്തപുരത്തിന് അപ്പുറമുള്ള പൊന്മുടി എന്ന വിനോദസഞ്ചാര കേന്ദ്രമല്ല. ഇടുക്കി ജില്ലയിലെ ഒരു വലിയ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന
പന്നിയാർ പുഴയുടെ തീരത്തുള്ള പൊന്മുടി എന്ന മനോഹര ദേശമാണ്. ഏലം, കാപ്പി, കുരുമുളക് തോട്ടങ്ങൾ നിറഞ്ഞ മലഞ്ചെരിവിലെ കയറ്റിയിറക്കങ്ങളിലൂടെയുള്ള ഉദ്വേഗജനകമായ നിമിഷങ്ങൾ അതിന്റേതായ ഒരു ത്രില്ല് സമ്മാനിച്ചു. വീതി കുറഞ്ഞ റോഡിന്റെ ഒരു വശം അഗാധമായ കൊക്കകൾ. സാഹസികമായി വളയം പിടിക്കുന്ന സാരഥി സുനിലിനെ മനസ്സാ അഭിനന്ദിച്ചു. മനോഹരമായ വെള്ളത്തൂവൽ എന്ന ഗ്രാമവും ചെറു ഡാമുകളും ഷട്ടറുകളും അതിലൂടെ ഒഴുകുന്ന വെള്ളവുമൊക്കെ ബസ്സിൽ തന്നെ ഇരുന്ന് കണ്ടുകൊണ്ടുള്ള യാത്ര. ഡാമിന് മുകളിലെ റോഡിലൂടെ കയറിച്ചെന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഓഫീസിന്റെ സമീപം ബസ് പാർക്ക് ചെയ്തു. ഞങ്ങൾ ഇറങ്ങി നടന്നു. വലിയ ഡാമിന്റെ പശ്ചാത്തലത്തിൽ നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന പ്രകൃതി രമണീയതയുടെ 360 ഡിഗ്രി കാഴ്ചകൾ. ആദ്യം കണ്ണിൽ തറച്ചത് ഒരു സ്മാരകമാണ്. ഡാമിന്റെ നിർമ്മാണവേളയിൽ മരിച്ചുപോയ 12 പേരുടെ സ്മാരകം. ഓരോ വികസന പ്രവർത്തനങ്ങളിലും ജീവൻ പോലും പണയം വെച്ചും ഹോമിച്ചും അന്നത്തിനായി പണിയെടുക്കാൻ വിധിക്കപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരെ നൊമ്പരത്തോടെ ഞാൻ ഓർത്തുപോയി. അവരുടെയൊക്കെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം വിലപിടിച്ച ജീവിതങ്ങൾ ഇങ്ങനെ നമ്മുടെ പൊതുവികസന സ്വപ്നങ്ങൾക്കായി സമർപ്പിച്ചു വെറും കോൺക്രീറ്റ് സ്മാരകങ്ങളിൽ കൊത്തിവെച്ച പേരുകൾ മാത്രമായി പര്യവസാനിക്കുന്നുവല്ലോ. ഒരു വശത്ത് വിശാലമായി പല വഴികളിൽ പരന്നു കിടക്കുന്ന പന്നിയാർ പുഴയും അതിന്റെ മീനമാസച്ചൂടൽ വരണ്ടു തെളിഞ്ഞ മനോഹര തീരങ്ങളും, മറുവശത്ത് ഇടതൂർന്ന വൃക്ഷത്തലപ്പുകൾ നിറഞ്ഞ മലനിരകളും താഴ്വാരങ്ങളും. ഡാമിലെ വെള്ളം 3 കിലോമീറ്റർ നീളത്തിലുള്ള തുരങ്കത്തിലൂടെ പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി വെള്ളത്തൂവലിലെ പന്നിയാർ പവർ ഹൗസിൽ എത്തിച്ചാണ് 30 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഡാമിന്റെ ഇരുവശത്തുമുള്ള വ്യത്യസ്തവും മനോഹരമായ പ്രകൃതിദൃശ്യങ്ങൾ അങ്ങേയറ്റം ഹൃദയഹാരിയാണ്. ഡാമിന്റെ 3 ഷട്ടറുകൾ ഉയർത്തുമ്പോൾ ഒഴുകിപ്പോകുന്ന നേർത്ത നീർച്ചാലുകൾ. അല്പം ശ്രമപ്പെട്ട് ഡാമിന്റെ അരികിലുള്ള വഴിയിലൂടെ കീഴെ ഇറങ്ങി അണക്കെട്ട് സൃഷ്ടിച്ച വിശാലമായ തടാകത്തിലൊന്ന് കൈകാൽ മുഖങ്ങൾ നനയ്ക്കുകയോ കുളിക്കുകയോ ഒക്കെ ആകാം. അവിടെ നിന്നുള്ള മെല്ലിച്ച വളഞ്ഞു പോകുന്ന പന്നിയാർ പുഴയും തീരങ്ങളും ചേർന്നൊരുക്കുന്ന ദൃശ്യവിരുന്ന് മനം മയക്കുന്ന ഒന്ന് തന്നെയാണ്. ഇവിടം പ്രശസ്തമായ ഒരു എക്കോ പോയിന്റ് കൂടിയാണ്. ഇവിടെയും ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഡാമിനോട് ചേർന്ന് തന്നെ കുട്ടികളുടെ അഡ്വഞ്ചർ പാർക്കും 1 കിലോമീറ്റർ മാറി തൂക്കുപാലവും ഒക്കെ ഉണ്ട്. നടപ്പിന്റെയും കൈത്തിറക്കത്തിന്റെയും ക്ഷീണമകറ്റാൻ ഐസ്ക്രീം വണ്ടികളിൽ നിന്ന് വലിപ്പച്ചെറുപ്പമില്ലാതെ ഒട്ടുമിക്കവരും ഐസ്ക്രീമുകളും ഐസ് സ്റ്റിക്കുകളും ഒക്കെ വാങ്ങി നുണഞ്ഞുകൊണ്ട് ആ പ്രകൃതിയുടെ നൈസർഗികതയിൽ ലയിച്ച് കുതിരസവാരിക്കാർ കടന്നുപോകുന്ന വീഥികളുടെ അരികിൽ തണലിൽ ഇരുന്ന് അല്പനേരം വിശ്രമിച്ചു. ഉൾപ്രദേശങ്ങളിലെ ഇടുങ്ങിയ വീഥികളിലൂടെ കള്ളിമാലി എന്ന സ്ഥലത്തെ വ്യൂ പോയിന്റിലേക്ക് ആനവണ്ടി കുതിച്ചു പാഞ്ഞു. ഇവിടെ നിന്നും 4-5 കിലോമീറ്റർ യാത്ര ചെയ്ത കള്ളിമാലി വ്യൂ പോയിന്റിൽ എത്തിച്ചേരാം. കുത്തനെയുള്ള കയറ്റങ്ങൾ കിതച്ചു കയറി ഒന്ന് തിരിഞ്ഞുയർന്ന് ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കിയപ്പോൾ ഓർക്കാപ്പുറത്ത് കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ മനോഹരമായ ദൃശ്യം, സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗംഭീര ഷോട്ട്. അത് കണ്ട് എല്ലാവരും ഒരു നിമിഷം അന്തം വിട്ടു നിന്നുപോയി. ആ ഉയർന്ന വ്യൂ പോയിന്റിൽ നിന്ന് അഗാധമായ താഴ്വരയിലേക്ക് ദൃഷ്ടി ഒന്ന് പായിച്ചാൽ ഒരു നൂൽപ്പാമ്പ് പോലെ അഴക് അളവുകളിൽ വളഞ്ഞ് ഇടയ്ക്ക് നീണ്ടുവരന്നുമൊക്കെ കിടക്കുന്ന വരണ്ട പന്നിയാർ പുഴയും വേനലിൽ വെള്ളം ഇറങ്ങി തട്ടുതട്ടായി തെളിഞ്ഞു വരുന്ന ചുവന്ന പൂഴിമണൽ പരപ്പുകളും ഹരിതാഭമായ തീരങ്ങളും ഇരുവശത്തും ഉയർന്നു താഴുന്ന തരംഗങ്ങൾ പോലെ നീണ്ടുപോകുന്ന കുന്നിൽ നിരകളും അവയെ തഴുകി നിൽക്കുന്ന കോടമഞ്ഞും മേഘശകലങ്ങളും എല്ലാം ചേർന്ന് പ്രകൃതിയുടെ മടിയിൽ വിശാലമായി വിരിച്ച ഒരു വലിയ അനന്തമായ ക്യാൻവാസിൽ ഏതോ ഒരു വലിയ ചിത്രകാരൻ വരച്ച മിഴിവിറ്റ ഒരു നിശ്ചല എണ്ണഛായ ചിത്രം പോലെ, വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത ഒന്ന്. ഇതാണോ ഭൂമിയിലെ സ്വർഗം എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചുപോയി. ഒരു ക്യാമറയ്ക്കും പൂർണ്ണമായി ഒപ്പിയെടുക്കാൻ കഴിയാത്ത അവാച്യമായ ഒരു പ്രകൃതി സൗന്ദര്യ നിർവഹണമായി അത് അനുഭവപ്പെട്ടു. അധികം സഞ്ചാരികളൊന്നും വന്നു ചേരാത്ത ഒരു ഓഫ് ബീറ്റ് സ്ഥലം തന്നെയാണിത്. കടകളോ മറ്റ് സൗകര്യങ്ങളോ മേൽനോട്ടത്തിന് സുരക്ഷാ ജീവനക്കാരോ ഒന്നും ഈ കേന്ദ്രത്തിൽ കാണാനില്ല. ഉച്ചനേരത്തും കണ്ണിനും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിരു പകരുന്ന ആ അന്തരീക്ഷത്തിൽ നിന്ന് കണ്ണെടുക്കാനും പിന്തിരിഞ്ഞു പോകാനും എല്ലാവരും ഒന്ന് മടിച്ചു. അപ്പോഴാണ് കുറച്ചകലെയായി ലജ്ജാവതിയെ എന്ന പാട്ട് കേട്ടത്. ഞങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടത് മലഞ്ചെരിവിൽ പാട്ടിനൊത്ത് ഡാൻസ് ചെയ്യുന്ന യുവാക്കളുടെ കൂട്ടമാണ്. കരം കയറിയ ഞങ്ങളും വിട്ടുകൊടുത്തു. ഞങ്ങളിലെ ഒരു സഞ്ചാരിയായി മാറിയ കോർഡിനേറ്റർ ദിനേശ് സാർ ബസ്സിൽ നിന്നും വലിയ സ്പീക്കർ സെറ്റ് കൊണ്ടുവന്നു വെച്ച് ഞങ്ങൾ പാട്ടും ഡാൻസും തുടങ്ങി. അതിഗംഭീരം. യുവാക്കൾ പാട്ട് നിർത്തി കാഴ്ചക്കാരായി. പ്രായം മറന്ന് കൂടെ ചേർന്ന് ഞങ്ങൾ ഒരുപറ്റം സീനിയർ സഞ്ചാരികളും മറക്കാൻ പറ്റാത്ത മറ്റൊരു അനുഭവം സമ്മാനിച്ചു.
കള്ളിമാലി വ്യൂ പോയിന്റിൽ നിന്നും യാത്ര തുടങ്ങി സമയം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ശാന്തമ്പാറയിൽ എത്തിച്ചേർന്നു. എല്ലാവർക്കും വിശന്നു തുടങ്ങി. തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒരു ജംഗ്ഷൻ. ഇവിടുത്തെ ഏറ്റവും മികച്ച ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കണം. വൃത്തിയുള്ള ഹോട്ടലിൽ നല്ല വാഷ്റൂം സൗകര്യമുണ്ട്. പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ചതുരംഗപ്പാറ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. കാപ്പി, കുരുമുളക്, ഏലം തോട്ടങ്ങൾ നിറഞ്ഞ മലഞ്ചെരുവുകളിലൂടെ പിന്നെയും വണ്ടി മുന്നോട്ട് നീങ്ങി. കൂടുതലും ഏലത്തോട്ടങ്ങളാണ്. കയറ്റങ്ങൾ കയറിയ വണ്ടി ചതുരംഗപ്പാറയുടെ ഒരു ചരിവിൽ പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോൾ ഉയർത്തി നിൽക്കുന്ന വമ്പൻ കാറ്റാടികൾ അങ്ങിങ്ങായി കണ്ടു തുടങ്ങി. അവിടെ നിന്ന് അല്പം കൂടി കയറാനുണ്ട് പീക്ക് പോയിന്റിലേക്ക്. ഒരാൾക്ക് 150 രൂപ വീതം നൽകി 8 പേർക്ക് ഓരോ ജീപ്പിൽ പ്രധാനപ്പെട്ട 2 പോയിന്റുകളിൽ എത്തിക്കും. ഇതിലൂടെയുള്ള ആടിയും ചാടിയും കുലുങ്ങിയും ചാഞ്ഞും ചരിഞ്ഞുമുള്ള തനി ഓഫ് റോഡ് യാത്രയുടെ ത്രിൽ ആസ്വദിപ്പിച്ച് ആദ്യം അവർ എത്തിക്കുന്നത് കള്ളിപ്പാറയുടെ മേലാണ്. അവിടെ നിന്ന് തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ആഴവും പരപ്പമുള്ള ഒരു വിഹക വീക്ഷണം നമുക്ക് ആസ്വദിക്കാം. പുൽത്തൈലമുണ്ടാക്കുന്ന ഇഞ്ചപ്പുല്ലുകൾ നിറഞ്ഞു വരുന്ന ആ കുന്നിൻ മുകളിൽ ഇരുന്ന് തമിഴ്നാട് അതിർത്തി കടന്നു വരുന്ന പുൽത്തൈലത്തിന്റെ മണം കലർന്ന ശക്തമായ കാറ്റേറ്റ് കുറച്ചു സമയം ഇരിക്കാം. ഇത് ഒരു നീലക്കുറിഞ്ഞി വ്യൂ പോയിന്റ് കൂടിയാണ്. സീസൺ സമയത്ത് നീലപുതച്ച മൂന്നാർ കുന്നുകളുടെ നല്ലൊരു കാഴ്ച ഇവിടെ നിന്നും ആസ്വദിക്കാം. ശുദ്ധവായു നിറഞ്ഞ കാറ്റിൽ ആകെ മുങ്ങി നിവർന്ന് എല്ലാവരും ഒന്ന് റിഫ്രഷായി കഴിഞ്ഞപ്പോൾ ജീപ്പ് ഡ്രൈവർമാർ ഞങ്ങളെ വിളിച്ചുകൂട്ടി അടുത്ത വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. സാക്ഷാൽ ചതുരംഗപ്പാറയിലേക്ക്. രാമക്കൽമേട്, കുടജാദ്രി എന്നീ മലനിരകളെ ഓർമ്മിപ്പിക്കുന്ന, ഇത്ര കഠിനമല്ലെങ്കിലും 15 മിനിറ്റ് എടുക്കുന്ന ജീപ്പ് എന്ന വാഹനത്തിന്റെ കരുത്തും അതിന്റെ ഡ്രൈവറിന്റെ കഴിവും നമ്മെ ബോധ്യപ്പെടുത്തുന്ന കടുത്ത ഓഫ് റോഡ് യാത്രയാണ് വീണ്ടും. അത് എന്ന് നിൽക്കുന്നത് തമിഴ്നാടിന്റെ അതിർത്തിയിൽ ആകാശത്തിൽ തമിഴ്നാട്ടിലേക്ക് ചാഞ്ഞ് സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടിയോളം ഉയർന്ന ഒരു മുനമ്പ് പോലെ നിൽക്കുന്ന ചതുരംഗപ്പാറയുടെ ടോപ്പ് പോയിന്റിന്റെ ചുവട്ടിലേക്കാണ്. അതിന്റെ ഏറ്റവും മുകളിലേക്കുള്ള അവസാനത്തെ കയറ്റം അല്പം അധ്വാനിച്ച് സ്വയം നടന്നു തന്നെ കയറണം. അല്പം പണിപ്പെട്ട് അതിന്റെ ഏറ്റവും മുകളിൽ എത്തി കണ്ണൊന്നു മിഴിച്ച് ചുറ്റും നോക്കുമ്പോൾ 360 ഡിഗ്രി വ്യൂ കിട്ടുന്ന ആ കാഴ്ച കണ്ടാൽ ആരും വൗ എന്ന് അറിയാതെ ഉറക്കെ പറഞ്ഞു പോകും. അത്യഗാധമായ ഒരു കൊക്കയിൽ കടൽ പോലെ പരന്നു കിടക്കുന്ന തമിഴ്നാട്ടിലെ കമ്പം, തേനി ജില്ലകളുടെ ഒരു വിമാന കാഴ്ചയാണ് ഒരു വശത്ത്. അത് തന്നെയാണ് പ്രധാന കാഴ്ചയും. മറുവശത്ത് മൂന്നാർ മലനിരകളും താഴ്വാരങ്ങളും.
ഇടതുവശത്തെ ആദ്യം കയറിയ കള്ളിപ്പാറയുടെയും അതിന്റെ പശ്ചാത്തലത്തിലുള്ള നീലക്കുറിഞ്ഞി മലകളുടെയും ദൃശ്യം. വലതുവശത്ത് രാമക്കൽമേടടക്കമുള്ള ഇടുക്കി മലനിരകൾ കണ്ണെത്താ ദൂരത്ത് നീണ്ടു നിവർന്നു പോകുന്നു. എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും സുന്ദരവും വ്യത്യസ്തവുമായ പ്രകൃതി ദൃശ്യങ്ങൾ മാത്രം. രാമക്കൽമേട്ടിലെ പോലെ തന്നെ തല ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ കാറ്റാടിക്കൂട്ടങ്ങൾ ഇവിടത്തെയും പ്രത്യേകതയാണ്. സന്ധ്യ മയങ്ങി രാത്രി വിളക്കുകൾ തെളിയുമ്പോൾ ചതുരംഗപ്പാറയിൽ നിന്ന് നോക്കുമ്പോൾ തേനി കമ്പം മേഖലയിലെ കാഴ്ചകൾ ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞതുപോലെയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാൽക്കീഴിൽ ഭൂമിയിലും കാണാൻ കഴിയുന്നത്. കടൽ തീരത്ത് ആകാശവും കടലും കൂട്ടിമുട്ടുന്നത് പോലെ ഇവിടെ നിന്നാൽ അങ്ങ് ദൂരെ ആകാശവും ഭൂമിയും ഒന്നാകുന്നത് കാണാം. രാമക്കൽമേട്ടിലെ പോലെ തന്നെ തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ കാറ്റാടിക്കൂട്ടങ്ങൾ ഇവിടത്തെയും പ്രത്യേകതയാണ്. അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴാണ് അതിന്റെ ഭീമാകാരത നമുക്ക് ബോധ്യപ്പെടുന്നത്. തലങ്ങും വിലങ്ങും എപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്ന ശക്തമായ കാറ്റിൽ ഹുങ്കാര ശബ്ദത്തോടെ അത് കറങ്ങിത്തിരിയുന്ന കാഴ്ച അല്പം പേടിപ്പെടുത്തുന്ന ഗംഭീരമായ ഒന്നാണ്. എപ്പോഴും വീശിയടിക്കുന്ന നമ്മളെ ആ കുന്നിൻ മുകളിൽ നിന്നും പറപ്പിച്ചു കളയും എന്ന് തോന്നിപ്പിക്കുന്ന നിലയ്ക്കാത്ത കാറ്റിനൊപ്പം അങ്ങ് ദൂരെ നിന്നും കോടമഞ്ഞ് ഇരച്ചു കയറി വരുന്ന സുന്ദരമായ കാഴ്ച. അവിടെ നിന്ന് അസ്തമയം ആസ്വദിക്കും മുമ്പ് ഇറങ്ങാൻ ആർക്കും താല്പര്യമില്ലായിരുന്നെങ്കിലും കോടമഞ്ഞിന്റെ വരവും ഇരുണ്ടുകൂടിയ കാർമേഘങ്ങൾ ഉണർത്തുന്ന വേനൽ മഴ ഭീഷണിയും നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞതും എല്ലാം കൊണ്ടും എല്ലാവരും മനസ്സില്ലാ മനസ്സോടെ ചതുരംഗപ്പാറ ഇറങ്ങി. നിലയ്ക്കാത്ത കാറ്റും മഞ്ഞും മലയും മഴമേഘങ്ങളും മലമുകൾ കാഴ്ചകളും ചേർന്നൊരുക്കിയ സുന്ദരമായ അവിടുത്തെ ദൃശ്യങ്ങൾ മനസ്സിൽ മായാത്ത ചിത്രങ്ങളായി പതിപ്പിച്ചുകൊണ്ട് വേനൽ കുളിരിൽ മതിമയങ്ങി വീണ്ടും സാഹസികമായ ജീപ്പ് യാത്രയിലൂടെ കുന്നിറങ്ങി മലമുകളിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ തല ഉയർത്തിക്കിടന്ന KSRTC ബസ്സിലേക്ക് കയറിപ്പറ്റിക്കൊണ്ട് ഞങ്ങളുടെ ഏകദിന യാത്രയുടെ ഗംഭീരമായ ക്ലൈമാക്സിലേക്ക് കാലെടുത്തു വെച്ചു. യാത്ര തുടങ്ങിയ ഞങ്ങൾ തിരികെ ശാന്തംപാറയിൽ എത്തി. ഉച്ചഭക്ഷണം കഴിച്ച അതേ ഹോട്ടലിൽ നിന്ന് തന്നെ ഒരു ചായയും കടിയും കഴിച്ച് ശരീരമൊന്ന് ചൂടുപിടിപ്പിച്ച് പൂപ്പാറ ചിന്നക്കനാൽ ദേവികുളം വഴി കേരളത്തിലെ ഏറ്റവും സുന്ദരമായ വഴിയോര കാഴ്ചകൾ സമ്മാനിക്കുന്ന പ്രശസ്തമായ ഗ്യാപ്പ് റോഡിലൂടെ മൂന്നാറിലേക്ക് ആയിരുന്നു തുടർന്നുള്ള യാത്ര. അപ്പോഴേക്കും യാത്രയുടെ അന്ത്യഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്ന തിരിച്ചറിവ് യാത്രക്കാരുടെ ആവേശവും ഉത്സാഹവും ഉച്ചസ്ഥായിയിൽ എത്തിച്ചു. ഗ്യാപ്പ് റോഡിലൂടെ കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ വലതുഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു റോഡ് കാണാം. അത് ആനയിറങ്കിൽ ഡാമിലേക്ക് പോകുന്ന റോഡാണ്. അങ്ങനെ കുറച്ചു ദൂരം കൂടി ഞങ്ങൾ ആ റോഡിലൂടെ സഞ്ചരിച്ച് ആനയിറങ്കിൽ വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നു. ഡാമിന്റെ വിദൂര ദൃശ്യവും തുറന്നുവിടുന്ന വെള്ളമൊഴുകി പോകാനുള്ള ചെമ്മണൽ തീരങ്ങളിൽ പച്ചപുതച്ചു കിടക്കുന്ന വരണ്ട പുഴയുടെ വഴിത്താരകളും തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ കുന്നിൻചെരുവുകളും മഞ്ഞും മലനിരകളും എല്ലാം അവിടെ നിന്ന് പല ദിക്കുകളിലായി കാണാം. എവിടെ തിരിഞ്ഞ് ഒന്ന് നോക്കിയാലും അവിടെയെല്ലാം മനം മയക്കുന്ന കാഴ്ചകൾ മാത്രം. വെള്ളം വറ്റിയ ആനയിറങ്കൽ ഡാമിൽ നമുക്ക് കുറച്ച് പഴയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ആണെന്ന് തോന്നിക്കുന്ന ഭാഗം കാണാം. ഡാമിന്റെ നിർമ്മാണത്തിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളാണ് ആ കാണുന്നത്. ആനയിറങ്കൽ ഡാമിൽ നിന്നും യാത്ര തുടങ്ങിയ ഞങ്ങൾ ഗ്യാപ്പ് റോഡിന്റെ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നു. നമ്മുടെ പ്രിയങ്കരനായ ദിനേശ് സാർ വാഹനത്തിൽ നിന്നും ആ വലിയ ആ സൗണ്ട് ബോക്സ് സിസ്റ്റം എടുത്ത് പുറത്തു വെച്ച് താളമടുപ്പിക്കുന്ന താളബോധത്തോടു കൂടിയ തമിഴ് പാട്ട് വെച്ചു. യാത്രക്കാരെല്ലാം അതിനൊത്ത് ഡാൻസ് തുടങ്ങി. ഈ യാത്രയിലെ ഏറ്റവും സജീവവും ഊർജ്ജസ്വലവുമായ ഉന്മാദം പകർന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു അവിടെ ഓർക്കാപ്പുറത്ത് സംഭവിച്ചത്. പ്ലാനിങ്ങോ ലക്ഷ്യമോ ഇല്ലാത്ത അങ്ങനെ ചിലത് അവിചാരിതമായി സംഭവിക്കുമ്പോഴാണ് ഓരോ യാത്രയും ചില അവിസ്മരണീയ നിമിഷങ്ങൾ സമ്മാനിക്കുന്നത്. ഇത്രയും മനോഹരമായ വ്യൂ പോയിന്റുകൾ മാത്രമുള്ള എങ്ങോട്ടും കണ്ണുവായിച്ചാലും പ്രകൃതി ഭംഗി വഴിഞ്ഞൊഴുകുന്ന സുന്ദര ദൃശ്യങ്ങൾ മാത്രം. വരിയും നിരയും തെറ്റാത്ത വിശാലമായ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ കുന്നിൻചെരുവുകൾക്കിനിടയിൽ തലയുയർത്തി നിൽക്കുന്ന ഓറഞ്ച് മരങ്ങളും മലനിരകളും അരുവികളും താഴ്വാരങ്ങളും ചെറുവെള്ളച്ചാട്ടങ്ങളും കാടുകളും തോടുകളും നിറഞ്ഞ ഭൂമിയിലെ സ്വർഗത്തിന് ഇടയിലൂടെയാണോ അതോ പെട്ടെന്ന് ചെന്നുപെട്ട ഏതോ വിദേശ രാജ്യത്തെ സുഖവാസ കേന്ദ്രത്തിലൂടെയാണോ എന്ന് പലതും തോന്നിപ്പിക്കുന്ന ഗ്യാപ്പ് റോഡിലൂടെ ഒഴുകിയുള്ള യാത്ര മറ്റെങ്ങും കിട്ടാത്ത ഒരു അനുഭവമാണ്. മൂന്നാറിനെയും ചിന്നക്കനാലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ റോഡായിരുന്നു ഈ വഴി. അടുത്ത കാലത്താണ് ഇരുകുട്ടി നല്ല നിലവാരത്തിൽ പുനർനിർമ്മിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്.
ഈ വഴിയിലൂടെ വെറുതെ ഒന്ന് യാത്ര ചെയ്യുന്നത് തന്നെ അവിസ്മരണീയമായ ഒരു ഉല്ലാസയാത്രയായി മാറും. പിന്നെ അടിമാലി ടൗണിലെത്തി ആ ചുറ്റുവട്ടത്തെ ഒരുപാട് ഹോട്ടൽ ഓപ്ഷനുകളിൽ ഒന്ന് അവരവ സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് പറവൂർ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അപ്പോഴേക്കും യാത്രാ മംഗളസൂചകമായി കനതൊരു വേനൽ മഴയും പെയ്തു തുടങ്ങി. പഴയകാല KSRTC നൊസ്റ്റാൾജിക് യാത്രകളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് മഴയുടെ സംഗീതത്തിൽ ലയിച്ചും യാത്രാ ആഘോഷങ്ങളുടെ ക്ഷീണങ്ങളിൽ ഉറങ്ങിയും ആ തണുപ്പിൽ മുങ്ങി മയങ്ങിയും മുന്നോട്ട് നീങ്ങി.